ഹൈറേഞ്ചിൽ ഏലക്കായുടെ ഉൽപാദനം കുത്തനെ കുറഞ്ഞു. ഏലക്കായുടെ സീസൺ ജൂലൈ ആദ്യവാരമാണ് ആരംഭിക്കുന്നത്. എന്നാൽ സെപ്റ്റംബറിൽ പോലും ആരംഭിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. മേലിൽ പിടിച്ചുനിന്ന ചെടികൾക്ക് മഴയുടെ കുറവ് തിരിച്ചടിയാണ്. ഏലം റീപോളിംഗ് വിഷയം ചൂടുപിടിച്ചു നിൽക്കെ അടുത്ത വിളവെടുപ്പിന് കാലതാമസം നേരിടുമെന്ന വലിയ പ്രതിസന്ധിയിലാണ് ഏലം മേഖല. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം ഏലക്ക മൂപ്പെത്താനും വിളവെടുക്കാനും പ്രതീക്ഷിച്ചതിലും വൈകുമെന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ മെയ് കാലയളവിലെ കനത്ത വരൾച്ചയിൽ ഒട്ടുമിക്ക തോട്ടങ്ങളിലെയും ശരങ്ങൾ കരിഞ്ഞുണങ്ങിയത് ഇക്കുറി വിളവ് ചുരുങ്ങാനും ഇടയാകുമെന്നാണ് കർഷകർ പറയുന്നത്. മെയ് മാസം പകൽ താപനില അനിയന്ത്രിതമായി ഉയർന്നതിനിടയിൽ ജലസേന സൗകര്യങ്ങൾ വേണ്ടത്ര ലഭ്യമാകാതെ പോയതും ഒട്ടുമിക്ക തോട്ടങ്ങളിലും കൃഷിനാശത്തിനിടയാക്കി. ഏകദേശം 20 ഡിഗ്രി താപനിലയിൽ പിടിച്ചു നിൽക്കാൻ ഏലച്ചെടികൾക്കാകും. അന്ന് സംസ്ഥാനത്ത് പകൽ താപനില ഇതിന്റെ ഇരട്ടിയിലേക്ക് നീങ്ങുന്നത് തോട്ടം മേഖലയെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുലച്ചു. ഏതാണ്ട് 30-35% ഏലകൃഷി വരൾച്ചയിൽ കരിഞ്ഞുണങ്ങി. ഈ മേഖലയിൽ പുതിയ ഏലത്തട്ടുകൾ നട്ടു വിളവെടുപ്പിന് സജ്ജമാകണമെങ്കിൽ അതിന്റേതായ സമയം വേണ്ടിവരും. അതായത് ഇക്കുറി ഏലക്ക ഉൽപാദനം ഇന്ത്യയിൽ കുത്തനെ കുറയുമെന്നാണ് കണക്ക് കൂട്ടൽ. സാധാരണ ജൂലൈ ആദ്യം മുതൽ പല ഭാഗങ്ങളിലും ചെറിയ തോതിൽ വിളവെടുപ്പിന്റെ തുടക്കം കുറിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം പതിവുകളെല്ലാം തെറ്റിച്ച് ഏലക്കായ് വിളവ് വൈകുകയാണ്. നിലവിലെ സ്ഥിതി പുതിയ വിളവ് ഓഗസ്റ്റിൽ പ്രതീക്ഷിക്കാനാവില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഇപ്പം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈ മാസത്തിൽ ആദ്യത്തെ മുതൽ പഴവെടുപ്പ് എന്ന് പറയുന്ന സമയമാണ് നടന്നു പോയിരിക്കുന്നത്. ഇപ്പം രണ്ടാം ടൈം കായ എടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പം ഏറ്റവും നല്ല കാഫലം കിട്ടേണ്ട സമയമാണ്. ആ സമയത്ത് പോലും നമുക്ക് ഈ നിലവിൽ ഈ സമയത്ത് ഒരു മൂത്ത കായ എടുക്കാൻ അല്ലെങ്കിൽ ഒരകിരി പോലും എടുക്കാൻ പറ്റില്ലാത്തൊരു കാലാവസ്ഥയാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. കാലാവസ്ഥ വ്യതിയാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. കാലാവസ്ഥാ മാറ്റങ്ങൾ മൂലം സീസൺ ആരംഭം സെപ്റ്റംബറിലേക്ക് നീളും. അതായത് ഈ വർഷം വിളവെടുപ്പ് കേവലം 3 റൗണ്ടിൽ ഒതുങ്ങും. സാധാരണ ഡിസംബറിന് മുമ്പായി 6 റൗണ്ട് വരെ വിളവെടുപ്പ് നടത്താറുണ്ട്. ജൂലൈ പിറന്ന ശേഷം ഏലക്ക ശരാശരി കിലോഗ്രാമിന് 2200 മുതൽ 2200 രൂപ വരെയാണ് പല ലേലങ്ങളിലും വ്യാപാരശാലകളിലും ഇടപാടുകൾ നടക്കുന്നത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.